എനിക്ക് ഗോൾഡിന്റെ സ്റ്റഡ് വാങ്ങിത്തരോ? എന്തിനാ ഇപ്പൊ ഉള്ളത് പോരെ? ഗോൾഡിന്റെ അമ്മ ഞാൻ പിന്നെ ഊരൂലല്ലോ, അതുകൊണ്ടാ. ഞാൻ പോവാ. എന്താടാ? നിങ്ങക്ക് രണ്ടുപേരും കൂടി പ്രേമിക്കാനാണെങ്കിൽ നിങ്ങക്ക് മാത്രം വന്നാ പോരെ. വെറുതെ എന്തിനാ എന്നെ വിളിച്ചിങ്ങനെ പോസ്റ്റ് ആക്കണേ? നീ ചൂടാവല്ലേ, ആൾക്കാർ ശ്രദ്ധിക്കും. നീ ഇരുന്നേ, നമുക്ക് സംസാരിക്കാം. നിന്നെ ഞങ്ങൾ എപ്പോഴാടാ പോസ്റ്റ് ആക്കിയത്? കുറച്ചേരം മുമ്പ് നിന്റെ അടുത്തല്ലേ സംസാരിച്ചത്? പിന്നെ ഞങ്ങൾ ലവേഴ്സ് അല്ലടാ, കുറച്ചൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കൂലേ? കുറച്ചോ? അല്ലല്ലേ നീയൊക്കെ പണ്ടേ നായകനും നായികയാണെന്നാണല്ലോ വിചാരം. എനിക്ക് കൂട്ടുകാരോളം ഇത് മടുത്ത്. വാവന്റെ എടാ വാവേ, എടാ എല്ലാരും അവരവരുടെ ലൈഫിൽ ഹീറോടാ. നീ നിന്റെ ലൈഫിൽ ഹീറോ അല്ലേ? പിന്നെ നിനക്കൊരു ഹീറോയിൻ ഇല്ലെന്നല്ലേ ഉള്ളൂ. അതൊക്കെ ശരിയാവൂടാ. അത് പറഞ്ഞപ്പോഴാ നീ എന്തിനാ സിംഗിൾ ആയിട്ട് നടക്കുന്നേ? എന്റെ പൊന്നാമി മോളെ, ഒരു 10-20 പെമ്പിള്ളേർ എന്റെ പുറകെ നടന്നിട്ട് അയ്യ മോളെ എനിക്കിപ്പോ പ്രേമിക്കാൻ സമയമില്ലേ എന്ന് പറഞ്ഞു നടക്കണല്ല ഞാൻ. ആരെങ്കിലും വരണ്ടേ? അയ്യേ, പെമ്പിള്ളേരെ ഇങ്ങോട്ട് വന്ന് ഇഷ്ടാന്ന് പറയുന്ന വിചാരിച്ചേ? നോക്കിക്കൊണ്ടിരിക്കത്തുള്ളൂ, ഇപ്പൊ വരും. എടാ അതല്ല, വീട്ടുകാരെ പോലും കാണുന്നത് വീക്കെൻഡ്സിലാണ്. ഇതിന്റെ ഇടയ്ക്ക് ഉടനെ പ്രേമിക്കാൻ സമയം. അതിന് ആദ്യം നീ ആരടുത്തെങ്കിലും സംസാരിക്കണം. അതെങ്ങനെയാ? നിന്റെ അമ്മ കഴിഞ്ഞാ പിന്നെ നീ ആകമുണ്ടെന്ന് നമ്മളെടുത്തല്ലേ? അതെ, രണ്ടുപേരും കൂടി എൻ്റെ അടുത്ത് ഉപദേശിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് അങ്ങനെ കണ്ട കോഴികളെ പോലെയൊന്നും എല്ലാ പെമ്പിള്ളേർത്തും പോയി സംസാരിക്കാനൊന്നും പറ്റില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള ചില ടൈപ്പൊക്കെ ഉണ്ട്. അങ്ങനത്തെ പെമ്പിള്ളേർ വരട്ടെ, അപ്പോൾ ഓക്കെ. അപ്പോഴേക്കും വന്ന എന്താടാ, എന്താ വായം വിളിച്ചോണ്ടിരിക്കുന്നത്? ആര് വാ വിളിച്ചു? ഞങ്ങള് കണ്ടായിരുന്നു. ഇതുപോലത്തെ പെങ്കുച്ചിനാണോ ഉദ്ദേശിച്ചേ? പോയി മിണ്ട്രാ. ഏയ് ഞാനങ്ങനെയല്ലാനാ, എനിക്ക് ആ കൊച്ചിനെ പരിചയം കൂടിയില്ല. ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നേ? ഹായ്, ഞാൻ വജസ് വർക്കി. കുട്ടിയുടെ പേരെന്താ? ചെന്ന് ചോദിക്കടാ. ഓൾ ദി ബെസ്റ്റ്. നോക്കി കൊണ്ട് ചെല്ലുട്ടോ. ഹലോ ചേട്ടാ, ഇവിടെ കഴിക്കാൻ എന്തൊക്കെയല്ലേ? ഇവിടെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാ? ഇവിടെ പുട്ടും പുഴുങ്ങിയിറച്ചിയും കിട്ടും. എടുക്കട്ടെ? എന്നാ അതൊരു പ്ലേറ്റ്. വേറെന്തെങ്കിലും? മേഡം കഴിക്കാൻ എന്താ എടുക്കണ്ടേ? അല്ല, ഓർഡർ ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞായിരുന്നു. ചേട്ടൻ ആ ടേബിളിൽ ഇരിക്കുന്നല്ലേ? ഞാൻ ഈ കുപ്പി വെള്ളം എടുക്കാൻ. അയ്യോ സോറി ചേട്ടാ, ഞാൻ വെയിറ്റർ വിചാരിച്ചു പോയി. ഐ എം റിയലി സോറി. അത് കുഴപ്പമില്ല. പുട്ടും പുഴുങ്ങിയിറച്ചിയും നല്ല കേട്ടോ, കഴിച്ചു നോക്ക്. അത് ചേട്ടൻ പറഞ്ഞ ശരിയാ. എടുക്കട്ടെ? ഓക്കെ ഓക്കെ. എക്സ്ക്യൂസ് മീ, ഇവിടെ ഇരുന്നോട്ടെ? ഇരുന്നോ. ഹായ്, ഞാൻ മീര. വജസ് വർക്കി. ഓ നൈസ് നെയിം. താങ്ക്സ്. ഇന്നലത്തെ കാര്യത്തിന് സോറി കേട്ടോ. അത് കുഴപ്പമില്ല, ഞാൻ ഇന്നലെ വിട്ടു. ഇവിടെ എപ്പോഴും വരാറുണ്ടോ? ഇത് ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാ. ഞാനും സിദ്ധാർത്ഥ മാമിയും എൻ്റെ ഫ്രണ്ട്സ്. ഓ, ഞങ്ങൾ 3 എപ്പോഴും വരും ഇവിടെ. അപ്പൊ ഇന്ന് സിദ്ധാർത്ഥ മാമി വന്നില്ലേ? ഇല്ല, അവര് കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആവും. അതെന്താ, സിദ്ധാർത്ഥ മാമൻ കപ്പിൾസ് ആണോ? കപ്പിൾസാ. ഇടയ്ക്ക് ഇങ്ങനെ പോസ്റ്റ് തരും അവര്. ഇത് അവളല്ലേ? അല്ല, ഇന്നലെ കുട്ടിറച്ചിയും കഴിച്ചിട്ട് എങ്ങനെ എന്താ സംഭവം? സിദ്ധു. വാവേ, ഇതാരാടാ? പുതിയ ഫ്രണ്ട് ആണോടാ? സിദ്ധു, ഇത് മീര. ഇത് സിദ്ധാർത്ഥ മാമിയല്ലേ? വജസ് ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. എല്ലാം പറഞ്ഞല്ലേ. മീര എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുവാണോ? ഞാൻ BDS കഴിഞ്ഞ് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. വീട് എവിടെയാ? പാലക്കാട്. എനിക്ക് കൊച്ചു ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഒരു ജോലി തപ്പി പിടിച്ചെടുത്തതാ. എന്നിട്ട് കൊച്ചിയിൽ എവിടെയൊക്കെ കറങ്ങി? എൻ്റെ റൂംമേറ്റ്സ് ഭയങ്കര പോരുങ്ങ. അത് കാരണം അവരങ്ങനെ പുറത്തേക്കൊന്നും വരാറില്ല. സോ അത്രയധികം കറങ്ങിയിട്ടുമില്ല. കൊച്ചിയിൽ കറങ്ങാൻ കമ്പനി വേണമെങ്കിൽ ഞങ്ങളെ കൂടെ കൂടിക്കോട്ടോ. പിന്നെ ഇവൻ AC മെക്കാനിക് ആയതുകൊണ്ടേ കൊച്ചിയിൽ ഏകദേശം മുക്കുമൂലൊക്കെ നന്നായിട്ട് അറിയാം. ഓ, വജസ് AC ടെക്നീഷ്യൻ ആണോ? ഓ നൈസ്. ഒന്ന് വന്നേ. ഒരു മിനിറ്റ്.
നീ എന്തിനാ ഞാൻ എ സി ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ? അതിനിപ്പോൾ എന്താണ്, അത്ര മോശം ജോലിയൊന്നുമില്ലല്ലോ. അതില്ല, പക്ഷെ അവള് ഡോക്ടറല്ലേ, നമ്മളെ കുറച്ച് കാണൂലേ. എൻ്റെ ആവശ്യമില്ലാത്ത കോംപ്ലക്സ്. എടാ, അവൾക്ക് കൊച്ചിയിൽ കറങ്ങാൻ ഒരു കൂട്ട് വേണം, നിനക്കും ഒരു കൂട്ട് വേണം. അപ്പോൾ ഇത് നല്ലൊരു ചാൻസ് അല്ലേ? ആമി ഹോസ്റ്റലാണോ നിൽക്കുന്നത്? ഏയ് ഹോസ്റ്റലല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ആ ഔട്ട്ഫിറ്റൊക്കെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി. ഇതിനെന്താ കുഴപ്പം? ഏയ് കുഴപ്പമില്ല, ഇല്ല നൈസാണ്. ഞാൻ ചുമ്മാ എൻ്റെ ലുക്കിന് എന്താണ് കുഴപ്പം? ഓ അപ്പം എങ്ങനെ കൂടുന്നു? ഓഫ് കോഴ്സ്. ആ എടാ വാവേ, നീ മീരയുടെ നമ്പർ വാങ്ങിച്ചേ. ആ എന്നിട്ടേ സാറ്റർഡേ എവിടേക്കൊക്കെ പോകുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടേ ഇവൻ വിളിച്ചറിയിച്ചോളൂ കേട്ടാ. എടേ വിടറാ. ഇതാ എവിടെ പോയി കിടക്കുവാടാ? അണിഞ്ഞൊരുങ്ങി വരണ്ട അവള്. ആര്? ആമി. ഹായ്. നീ ഇതാരെ കാണിക്കാൻ ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നേക്കും? ആരെ കാണിക്കേ? ഇച്ചിരി മസ്കാര, ഇച്ചിരി ഐലൈനർ, ഇച്ചിരി സൺസ്ക്രീം, കുറച്ച് ലിപ്സ്റ്റിക്, ഇതാണോടാ മേക്കപ്പ്? അല്ലേ, അവള് വന്നില്ലടിയോ. ഞാൻ ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അവൾ 5 മിനിറ്റിലെത്തും. ഹലോ ആദ്യോ. ഹായ്. ഹായ്. ഹായ് ആമി, കൊള്ളാലോ, നൈസ് കുർത്തി. താങ്ക്സ്. ഇന്നെന്താ സിമ്പിളായിട്ട് വന്നേ? അല്ല, വജസ് പറഞ്ഞു ബീച്ചിലേക്കാണ് വരുന്നതെന്ന്, അപ്പോൾ കാഷ്വൽസ് ഇടാന്ന് വിചാരിച്ചു. എന്താ ബോറായോ? ഇല്ല, അടിപൊളിയാ, സൂപ്പറാ അല്ലേ? അല്ലെങ്കിലും ബീച്ചിലൊക്കെ വരുമ്പോഴേ ഇങ്ങനത്തെ ഡ്രസ്സാണ് നല്ലത്, നല്ല രസമുണ്ട്. വല്ല കാര്യണ്ടാ ഓർത്തില്ലളിയ. ഹലോ, നമ്മളെന്തിനാ ഇവിടെ ഇരിക്കുന്നേ? വാ കേറാ. വന്നില്ലേ വാമി? പാതിരാവിൻ പാലൊളിയിൽ നിന്റെ ചിരി പെയ്തു തോർന്നു, കാത്തു വന്നു കാതിൽ ചൊല്ലി, നീ എന്നെന്നും എന്റേതല്ലേ. വീതിയിലെ നിഴലുകൾക്കിടയിൽ നിന്നിഴിയിലെ മായായി ഞാൻ തിരയുന്നു, കനലായി ഞാൻ മെല്ലെ, നീ പൊഴിയും മഞ്ഞു പോലെ. കാലം മാറിയാലും നീ എന്റേതല്ലേ. ഓ പ്രേമവതി, എന്റെ പ്രേമ കൺമണി, നിന്നീലെ ചിരികൾ ഞാൻ കോർത്തു വെക്കാം. മേഘങ്ങൾക്കും മേലെയായി നമ്മൾ ഒന്നായെന്നും പറന്നിടുന്നു. നോക്കട്ടെ. ഈ ഫോട്ടോ കൊള്ളാം, കാറ്റ് വന്നപ്പോൾ രസമായി. ഡാ, ഞങ്ങളിപ്പോൾ വരാവേ. ആ. ബൈ. ഹലോ, എന്താണ് റൊമാൻസ് ആണ്? കുറ്റം പറയുന്നവരിക്കരുത്, നിന്റെ റൊമാൻസ് വളരെ മോശം. അതിനൊക്കെ ഞാൻ താൻ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ഒരു പെങ്കുച്ച് ഇങ്ങോട്ടൊന്നും ഇഷ്ടമാണെന്നുകൊണ്ട് മനസ്സിലാകാത്ത പൊട്ടനല്ലേ ഇയാള്? റോഷല്ലേ വിട്. നിന്റെ ഈ റൊമാൻറ്റിക് ലുക്കൊക്കെ മൊത്തത്തിലൊന്ന് മാറ്റണം. ലുക്കിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ പക്ഷെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്താണ്? എടാ, നീ പെമ്പിള്ളേരുടെ അടുത്ത് എങ്ങനെയാ ഇത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കണേ? അതൊക്കെ ഒരു ടെക്നിക്കാണ് മച്ചാനെ. എടാ, ഞാൻ ആമയും കൂടി സംസാരിക്കുന്നത് നീ കാണാറില്ലേ? മണിക്കൂർ കണക്കിനല്ലേ സംസാരിക്കുന്നത്. അതാ എനിക്കും മനസ്സിലാവാത്ത. ഇത്ര ടോപ്പിക്സ് എവിടെ നിന്ന് കിട്ടണേ? എൻ്റെ പൊന്ന് വാവേ, എടാ ഞങ്ങൾ സംസാരിക്കുന്ന 2 മണിക്കൂറിൽ ഞാനൊക്കെ സംസാരിക്കുന്ന 20 മിനിറ്റ്. അതിൽ പകുതി എന്താ? എവിടെയാ, എന്തെടുക്കുക, ഫുഡ് കഴിച്ചോ, ആഹാ, ഓഹോ, എന്നുള്ളതല്ലേ. ബാക്കി മൊത്തം സംസാരിക്കുന്ന അവരാടാ. എടാ, ഈ പെമ്പിള്ളേർക്ക് അവർ സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ ഒരാളെയാണ് ആവശ്യം. അത്രേ ഉള്ളൂ. സംഭവം അത്രേ ഉള്ളൂ.
പക്ഷെ അത്ര എളുപ്പമല്ല. അവരാഗ്രഹിക്കുന്ന റിപ്ലൈ കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പറ്റണം. അവിടെയാണ് നമ്മുടെ മിടുക്ക്. അല്ല, നീ പഠിച്ചോളൂ വഴിയെ. എടാ ഇപ്പൊ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടോ? അത് മതി. എന്ത് വലിയ ഷട്ടാണത്, എന്താ പണിക്ക് പോകണം. രണ്ടാളും ഭയങ്കര ഡിസ്കഷനിലാണല്ലോ. ആ സിദ്ധാർത്ഥ ഒരു കാർ എടുക്കുന്നതിനെ പറ്റി സംസാരിക്കുമായിരുന്നു. ഏതാ കാറ്? പോളോ, ഒരു 3 lakhs അറൗണ്ട് വരുന്നത്. സിദ്ധാർത്ഥ കാർ എന്തുസിയാസ്റ്റ് ആണോ? ഇഷ്ടമാണ്, അങ്ങനെ വണ്ടി ഭ്രാന്തനൊന്നല്ല. അങ്ങനെയാണെങ്കിൽ സ്വിഫ്റ്റ് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ഈ പോളൊക്കെ ആവുമ്പോൾ ഹൈ മെയിൻ്റനൻസും പിന്നെ മൈലേജും കുറവാണ്. പിന്നെ DSG ഒക്കെ ആണെങ്കിൽ ഗിയർ ബോക്സ് പണിയാനേ നേരം കാണും. ഓവർ മോഡിഫൈഡ് വണ്ടിയാണെങ്കിൽ തീർന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സ്വിഫ്റ്റ് ഒരു നല്ല ഓപ്ഷനാണ്. അതെ, ഞാൻ പറഞ്ഞു DST എന്നോന്നു. ഇഷ്ടം. ഓ, അല്ല മീരക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? എൻ്റെ അപ്പനും ബ്രദറും കുറച്ച് വണ്ടിപ്രാന്തന്മാരാ. അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്കിവിടെ കിട്ടിയതാ. അതുകൊണ്ട് എന്താ 18 ആയപ്പോൾ തന്നെ ഞാൻ ലൈസൻസ് ഒക്കെ എടുത്തു. വലിയ കാര്യം. അപ്പോൾ മീര നമ്മൾ വിചാരിച്ച പോലെ കേട്ടാ, പുലിയാണ്. ഏയ് അങ്ങനെയൊന്നുമില്ല. ഹലോ, ഒരു 2 minutes ഇപ്പം വരാം. എൻ്റെ ഊബർ വന്നു, ഞാനെന്നാ പൊക്കോട്ടെ. ഓക്കെ. അല്ല ഇത്ര നേരത്തെ ഒരു ചെറിയ പരിപാടി ഉണ്ട്. നാളെ എങ്ങനെ, ഫ്രീ ആണോ? നാളെ മോർണിംഗ് ഒന്ന് പള്ളി പോകണം. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീയാ. നമുക്ക് രാവിലെ അത് കഴിഞ്ഞാൽ ഇറങ്ങിയാലോ? ഒരുപാട് സ്ഥലം കാണാണ്ടല്ലോ. ഇവൻ വന്ന് പിക്ക് ചെയ്തോളൂ. ഓക്കെ, ബൈ. ശരി എന്നാ, ബൈ ബൈ. ബൈ. ആടാ ഞാൻ ഇറങ്ങുവാണേ, പള്ളിയിൽ വെയിറ്റ് ചെയ്യാന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നീയൊക്കെ അങ്ങോട്ട് വന്നേക്കൂലേ? എനിക്ക് വരാൻ പറ്റുന്നൊന്നല്ല, ഞാൻ ഹോസ്പിറ്റലിലേക്കാണ്. ഹോസ്പിറ്റലാ? നീ ഓക്കെ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആമിയുടെ കാലിൽ ചെറിയ മുറിവുണ്ട്, ചതവില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. ആ എന്താ പറ്റിയ? രാവിലെ തന്നെ എന്നെ കുത്തി എണീപ്പിച്ചിട്ടേ ബൈക്ക് ഓടിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ബൈക്കാ? ഇതിപ്പോ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു? ആർക്കറിയാം. ഞാൻ ആദ്യം തന്നെ ബാലൻസ് ആയിക്കോട്ടെ വെച്ചിട്ടേ സ്കൂട്ടർ എടുത്ത് കൊടുത്തേ. ഇവള് സ്കൂട്ടർ കയറിട്ട് ആദ്യം ഒരു ഒറ്റ തിരി നേരെ കാട്ടിക്കൊണ്ടേ പാർക്ക് ചെയ്തേക്കുന്നത്. എടാ നിനക്ക് പുറകെ ഇരുന്നാ പോരാർന്നാടാ. ഞാൻ പുറകിലിരുന്നതാ, ഇവള് കാട്ടി കയറണ്ടപ്പോ ഞാൻ ചാടി. ആ ബെസ്റ്റ്. എന്നാ പിന്നെ അവളോട് റെസ്റ്റ് എടുക്കാൻ പറ. നടക്കുന്നല്ല, വൈകിട്ട് കാർ ഓടിക്കാൻ പഠിക്കാൻ വേണ്ടിട്ട് പരേഡ് ഗ്രൗണ്ട് പോകാൻ പ്ലാൻ ചെയ്യണ്ടവള്. എടാ ഞാൻ വിളിക്കാം, ജീവണ്ടെങ്കിൽ നാളെ കാണാളിയാ. ശരി. പാവം, വിളിച്ചു നോക്കാം. ആ മീര, ഞാൻ അവിടെ പുറത്ത് വന്നിട്ടുണ്ടേ. ആ വാ. അളിയ, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വെറുതെ ഇൻട്രോട്ട് അടിച്ച് ചാൻസ് മിസ് ചെയ്യണ്ട. എടാ ഞാൻ നോക്കിക്കോളാടാ. അവര് വന്നില്ലേ? ആമിയും സിദ്ധാർത്ഥും? ആമിയൊന്നും വണ്ടിയിൽ നിന്ന് വീണായിരുന്നു. അയ്യോ, ഹോസ്പിറ്റലാണോ? ഇല്ല കുഴപ്പമില്ല, പരേഡ് ഗ്രൗണ്ടിലുണ്ട്. പരേഡ് ഗ്രൗണ്ടിലോ? അത് വലിയ കഥയാ, കേറി പറയാം. പറയാതെ ബാക്കി വെച്ചോരാ പ്രണയം മധുരിക്കവേ കനവാകെ വിരിഞ്ഞൊരാ ചിരിയായി നീ മാറവേ അരികിലായി നീ നിൽക്കവേ ലോകം മറന്നു ഞാൻ നിന്റെ ഈ യാത്രയിൽ അരികിലായി ഞാനും കൂടിടാം പറയാതെ ബാക്കി വെച്ചൊരാ നീ നടന്ന വീതിയിൽ ഞാനും കൂടെ ചേരവേ നമ്മുടെ കിനാവുകൾ വർണ്ണങ്ങളാൽ പൂക്കവേ കാലമറിയാതെ ഈ നിമിഷങ്ങൾ മായവേ നിന്നിഴലായി എന്നും ഞാൻ കൂടെയുണ്ടാകവേ ഒരു വാക്കുരിയാടുവാൻ കൊതിച്ചു നിന്നു ഞാൻ ആ മൊഴികളിലൊന്നാകെ പ്രണയം നിറയവേ. ഹലോ, എവിടെയാ? ഞാൻ അതാ റൂമില് കുളിച്ചിപ്പോ ഇറങ്ങിയേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഞാൻ ഹെഡ്സെറ്റ് ഒന്ന് വെക്കട്ടെ. ആ കേക്കാവോ? ആ കേക്കാം. വജസ് എവിടെയാ? വീട്ടിലെത്തിയോ? ഇല്ല, ഞാൻ സിദ്ധാർത്ഥിന്റെ ആമിന്റെ വീട്ടില. മീര ഫുഡ് കഴിച്ചായിരുന്നു? ഇല്ല.
നീ ആരെയും നോക്കുന്നേ? ഇവനെന്താ എല്ലാ ദിവസം വർക്കും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നേ? വീട്ടിൽ പോക്കൂടെ? വീട്ടിൽ പോയി എങ്ങനെ സൊല്ലാൻ പറ്റുമോ? പാവം. എന്നും പറഞ്ഞ് 8 മണിയായി. ഇനിയിപ്പോൾ അവനും കൂടെ ചേർത്ത് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റൂല. ആ കൂട്ടുകാരൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. ബൈ. എല്ലാ ദിവസവും എനിക്കാണ്. നിന്റെ കൂട്ടുകാരനല്ലേ? അല്ല, അല്ല, റൂംമേറ്റ്സ് എല്ലാം ബോറിംഗ് ആന്ന് പറഞ്ഞിട്ട് DJ പാർട്ടിക്ക് പോയോ? വജസ് എന്നെ ജഡ്ജ് ചെയ്യില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ആക്ച്വലി എൻ്റെ റൂംമേറ്റ്സ് അല്ല ബോറിങ്, അവർക്ക് ഞാനാണ് ബോറിങ്. അവരെപ്പോഴും ഗ്യാങ്ങായി പ്ലാനൊക്കെ ഇട്ട് പുറത്തൊക്കെ പോവും. ഞാനെപ്പോഴും ഒറ്റയ്ക്കാ. അവരുടെ പ്ലാനിലാകെ ഞാൻ ഇൻക്ലൂഡ് ആവുന്നത് റെന്റ് ഷെയർ ചെയ്യുമ്പോൾ മാത്രമാണ്. റൂമിൽ കുറേ ആളുണ്ടായിട്ടും ഒറ്റയ്ക്കാവുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അതത്ര സുഖമുള്ള കാര്യമല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങളെ കിട്ടുന്നത്. ഉള്ളത് പറയാലോ, നിങ്ങളെല്ലാരും നല്ല അടിപൊളിയാണ്. കുറെ നാളത്തെ പരിചയമുള്ള പോലെ ഒരു കംഫർട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. സിദ്ധാർത്ഥനെ അമ്മേനെ കണ്ടിട്ട് കുറെ ആയി. അടുത്ത പ്രാവശ്യം വരുമ്പോ അവരോടും കൂടെ വരാൻ പറ. അവരും പറയുന്നുണ്ടായി. പിന്നെ അവര് കുറച്ച് തിരക്കായി പോയി. നെക്സ്റ്റ് ടൈം എന്തായാലും കൊണ്ടുവരാം. ഞാൻ വിളിക്കാവേ, കഴിക്കാനൊന്നും ഉണ്ടാക്കി. ശരി ശരി. എന്താണ്? എന്താ ചൂടല്ലേ? വാ തണുപ്പിക്കാം, വാ. ദാടാ മുഖത്തൊരു നാണം ചമ്മലൊക്കെ അസ്തയ്ക്ക് പിടിച്ചല്ലേ? അതൊന്നും എനിക്ക് പറയാൻ അറിയാൻ പാടില്ല. ഈയേ നാണം നോക്ക്. വാവേ, ആ, നീ കഴിക്കാൻ നിൽക്കുന്നുണ്ടോ? ആ, അരി ഇടണ്ടല്ലോ, നീ പറങ്ങൂലേ? ഇല്ല, ഞാൻ പോവാ. ആ. പിന്നെ മീര നിങ്ങളെ രണ്ടുപേരും തിരക്കായിരുന്നു. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി കൊണ്ടുവരാൻ പറഞ്ഞു. എന്താ നിനക്ക് മൈൻഡില്ലാത്ത? എനിക്ക് അവളെ മിസ് ചെയ്തിട്ടൊന്നുമില്ല. എന്താ? എനിക്കറിയാം നിനക്ക് അവളെ ഇഷ്ടമാണെന്നൊക്കെ, പക്ഷേ പക്ഷെ എനിക്കിഷ്ടമല്ല. എന്താ? അവള് പാവല്ലേ? ആവുന്ന എനിക്കറിഞ്ഞൂടാ, എനിക്കിഷ്ടമല്ല. നിനക്കെന്താണ്? നീ അല്ലല്ലോ പ്രേമിക്കണത്, ഇവനല്ലേ? അവൻ പ്രേമിച്ചോളൂ. നീ പ്രേമിച്ചോടാ. എന്തേലും കാണിക്കേ. സിദ്ധു, ഇവക്കെന്താ മീരയോട് ഇത്ര പ്രശ്നം? നീ ഒന്നും കാര്യമാക്കണ്ട. ദേ ഞങ്ങളുടെ റിലേഷൻ തുറക്കുന്ന സമയത്ത് നിന്നോടൊക്കെ കണ്ടെടുത്ത് കണ്ടുകൂടായിരുന്നു. ഇപ്പൊ മാറിയില്ലേ? അത്രേ ഉള്ളൂ. എടാ അടുത്ത പ്രാവശ്യം കൂടെ നീ ഒറ്റയ്ക്ക് പോയാൽ മതി. നീ അവളുടെ കാര്യം അവതരിപ്പിക്കേ, മനസ്സിൽ വെച്ചോണ്ടിരിക്കണ്ട. എടാ എനിക്കെങ്ങനെ പറയണ്ടേന്ന് അറിയാൻ പാടില്ല. അതിപ്പോ നീ ഫുഡ് നന്നായി വെക്കില്ലേ? ഒരു ബിരിയാണി വെച്ചു കൊടുക്ക്. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ഈ ഫുഡ് വയ്ക്കുന്ന ആൺപിള്ളേരോട് ഒരു പ്രത്യേക താല്പര്യമാണ്. സിദ്ധു, നീ ഒന്ന് ആലോചിക്ക്, ഞാനിപ്പോ പോരാം. എന്താ? സ്ഥലം കൊള്ളാം, നല്ല പീസ്ഫുൾ ആയിട്ടുണ്ട്. അതെ. സിദ്ധാർത്ഥ അമ്മ എന്താ വരാഞ്ഞേ? അവർക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓ, മീര, ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, കാണിക്കട്ടെ? എന്താ? സർപ്രൈസ് ആണോ? എനിക്ക് സർപ്രൈസ് ഭയങ്കര ഇഷ്ടാ. എന്താ അല്ല, സംഭവം? എന്താ? അത്ര വലിയ സംഭവമൊന്നുമല്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് രാവിലെ സമയം കിട്ടിയപ്പോ ഉണ്ടാക്കി. ഫുഡാണോ? ആ, ബിരിയാണി. ആഹാ.
അണപ്പല്ലിൽ കേട് കാണുന്നുണ്ടല്ലോ. തണുത്തത് കഴിക്കുമ്പോൾ വേദനിക്കാറുണ്ടോ? ആ ഉണ്ടാവും. അണപ്പല്ലിൽ നല്ല കേടുണ്ട്. ഒരു കാര്യം ചെയ്യ്, നാളെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വാ, നമുക്ക് ആ പല്ലങ്ങ് പറിച്ചേക്കാം. പറിക്കാനോ? എടാ പെമ്പിള്ളേര് ഹൃദയം കവർന്നുകൊണ്ട് പോകുന്ന കേട്ടിട്ടുണ്ട്. പല്ലും പറിച്ചോണ്ട് പോണെന്ന് അതിലേക്ക്. പോടോ നോറി. എന്നിട്ട് എന്താ പറഞ്ഞ നീ അവളെടുത്ത്? എങ്ങനെ പറയാനാണ്? അപ്പോഴല്ലേ അവള് പല്ലൂറി. ഫസ്റ്റ് എനിക്കറിയായിരുന്നു നിന്നെ കൊണ്ടൊന്നും പറ്റിയ പരിപാടിയല്ല ഇതെന്ന്. എടാ അണ്ണാക്കി സ്പൂൺ വിട്ടോണ്ടിരിക്കുമ്പോ ഞാൻ എങ്ങനെ പറയാനാണ്? ഓ അതും ശരിയാ. ഒരു കാര്യം ചെയ്യ്, അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞങ്ങളും വരാം. നിനക്ക് പറയാനുള്ള സിറ്റുവേഷൻ ഞങ്ങൾ ഉണ്ടായി തരാം. പക്ഷെ നീ എന്നെ പറയണം. ഒരു സിറ്റുവേഷൻ കിട്ടിയെന്ന് ഞാൻ പറയാം. ഉറപ്പാണോ? സെറ്റ്. അല്ല എന്തിനാണ് ഇവിടെ വന്ന? നമുക്ക് നിന്റെ വീട്ടിരുന്നാ പോരാർന്ന. ഇവിടെ അല്ലടാ നല്ലത്, നല്ല തണുത്ത കാറ്റും സമാധാനവും. നമുക്കിനി ഇവിടെ മതി. ആ അവരെല്ലാരും കൂടെ എങ്ങോട്ടോ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് അത്ര വലിയ കാര്യക്കാരൻ നിന്നില്ല. അത് സ്ഥിരമുള്ള പരിപാടിയല്ലേ, അങ്ങനെ വിചാരിച്ചു. മീര കൊച്ചിയിൽ വന്നിട്ട് ഇപ്പോൾ ഒരു വർഷമായല്ലേ? ആ ഓൾമോസ്റ്റ് ഒരു 1 year ആവുന്നു. ഒറ്റയ്ക്കുള്ള കറക്കൊക്കെ നല്ല ബോറിംഗ് ആയിരുന്നിരിക്കുമല്ലോ ആദ്യമൊക്കെ. അതിനിപ്പോ എന്താ, നല്ല കമ്പനി അല്ലേ കിട്ടിയേക്കുന്നത്. അത് ശരിയാ. സിദ്ധുവിന്റെ ഒരു കാര്യം. ഞാനിവിടെ ഫസ്റ്റ് വന്നപ്പോ എൻ്റെ ഒരു സീനിയർ ഉണ്ട്. ഞങ്ങള് സെയിം ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. രോഹിത് എന്നാ പേര്. എൻ്റെ ഫാമിലി ഫ്രണ്ട് കൂടിയാ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കറക്കൊക്കെ രോഹിത്തിന്റെ കൂടെ തന്നെ ആയിരുന്നു. പുള്ളി എവിടെ ഇപ്പോ? പുള്ളി ഇവിടെ പോയിട്ടൊന്നുമില്ല. ഞങ്ങളിപ്പോഴും സെയിം ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് എന്താ ഉണ്ടായേ? അല്ല, ആദ്യത്തെ കുറച്ച് കറക്കൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു പ്രപ്പോസൽ ഫീൽ അടിച്ചു. അത് കാരണം ഒരു ഗ്യാപ്പ് ഇട്ടെന്നേ ഉള്ളൂ. അത് നന്നായി. ആളുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? കാണാൻ പറ്റുമോ? ആ ഫോട്ടോ ഉണ്ട്. ദാ. കൊള്ളാല്ലേ? തിരക്കേടില്ല. ആ അടിപൊളി. മുസൽമാന. ചായ വേണോ നിങ്ങക്ക്? ആ വാവേ വന്നേ, നമുക്ക് ചായ മേടിച്ചിട്ട് വരാം. ചേട്ടാ 4 ചായ. എന്താണ് അവൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മുഖക്കാൻ മാറിയല്ലേ? നീ അവനെ കണ്ടല്ലേ? സിനിമാടന്മാരെ പോലെ ഇരിക്കണം. അതിനിപ്പോൾ എന്താ, അവൾക്ക് അവനോട് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞില്ലേ? എടാ അത് തന്നെയാ പ്രശ്നം. അവനോടില്ലാത്ത ഇൻട്രസ്റ്റ് എന്നോട് എങ്ങനെ തോന്നാനാ? ആ അങ്ങനെയാണെങ്കിൽ നീ കുറച്ച് ടെൻഷൻ അടിച്ചോ. ഏ? എടാ അവൻ ലുക്കാണ്, പക്ഷെ ആള് റോങ് ആണെങ്കിലോ? ചിലപ്പോലെ കോഴിത്തരവും കാണിച്ചിട്ടുണ്ടാവും. ആ എടാ പിന്നെ ചില പെൺപിള്ളേർക്ക് നമ്മൾ ഈ കോഴിത്തരം കാണിക്കുന്നതും ഓവർ അറ്റൻഷനൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അവൾ ആ ടൈപ്പായിരിക്കും. ആള് കാണാൻ നല്ല സ്മാർട്ടാണല്ലോ, പിന്നെന്താ ഗ്യാപ്പ് ഇടാൻ? അത്രയ്ക്ക് ഡീസൻ്റ് അല്ല? അല്ല, ആള് പാവാണ്. ആക്ച്വലി ഹീസ് എ നൈസ് ഗൈ. അതെന്താ നൈസ് ഗൈസിനോട് വലിയ താല്പര്യമില്ല? അങ്ങനെയല്ല, ആമെ കളിയാക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഏയ് മീര പറഞ്ഞു. രോഹിത് എൻ്റെ ഒരു ടൈപ്പല്ല. അപ്പം മീരയുടെ ടൈപ്പ് എന്താ ശരിക്കും? എന്താ പറയുക, കുറച്ച് തടിച്ചിട്ട് നല്ല കവിളൊക്കെ ആയിട്ട് ചബ്ബിയായിട്ടുള്ള, സത്യം പറഞ്ഞ ഒരു തനി നാടൻ ലുക്ക്. അല്ല, കല്യാണമൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയൊക്കെ ആവും എന്നറിയാം. പിന്നെ സ്വഭാവത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒട്ടും ഈഗോ ഇല്ലാത്ത, നല്ല ഇന്നസെൻ്റ് ആയ, പിന്നെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്ന അങ്ങനെ ഒരു ചെക്കൻ. നൈസ്. എന്നിട്ട് അങ്ങനെ ആരെങ്കിലും വന്നോ? വരുമായിരിക്കും. ചൂടുണ്ട്. ചായ. താങ്ക്സ്. ഇവനെന്താ?
വജസ് ആ. നെക്സ്റ്റ് വീക്ക് എൻ്റെ കസിൻ ബ്രദറിൻ്റെ വെഡിങ്ങാ. ഓ. അപ്പോൾ നെക്സ്റ്റ് വീക്കെൻഡ് ഞാൻ ഉണ്ടാവില്ല. ആക്ച്വലി ഡേ ആഫ്റ്റർ ടുമാറോ ഞാൻ പോവും. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ബ്രദറിനൊരു ബാച്ചിലർ പാർട്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. വജസ് വരുന്നോ? ഇവിടെ അടുത്തൊരു റിസോർട്ടിൽ വെച്ചിട്ടാ. സ്റ്റേ ഒക്കെ ഉണ്ട്. സൺഡേ വെഡിങ് ഒക്കെ കൂടിയിട്ട് പോവാം. എടാ ഈ ചില പെമ്പിള്ളേർക്ക് ഈ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ആളുകളോട് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് നിനക്ക് ഇച്ചിരി ആറ്റിറ്റ്യൂഡൊക്കെ ആവാം. നീ കേട്ടിട്ടില്ലേ, ബി വാല്യുബിൾ നോട്ട് അവൈലബിൾ. ഞാൻ ഇല്ല മീര, നമ്മളിപ്പോൾ കുറച്ചാളായിട്ട് എല്ലാ വീക്സും കറക്കമല്ലേ. എനിക്ക് വീട്ടിൽ കുറച്ച് പണി പെൻഡിങ് ഉണ്ട്. അമ്മയും കുറച്ചാളായിട്ട് പറയുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം. പിന്നെ നിങ്ങൾ കസിൻസ് എടുത്തുന്ന പരിപാടിക്ക് ഞാൻ എന്ത് ചെയ്യാനാ? അത് ശരിയാവില്ലല്ലോ. പോട്ടെ. ഓക്കെ. എന്ത് കോഴീനെ മേടിച്ചു തരാനോ? മുട്ടക്കോഴീനെ. നല്ല ബിസിനസ് അല്ലേ? ആ നോക്കാവുന്നതാണ്. നമ്പറാണല്ലോ. ഹലോ, ആരാ? മീരയോ? ആ മീര, എന്തായിരുന്നു? ബാവ ബാവ ഇപ്പൊ പുറത്തു പോയുള്ളൂ സിദ്ധുവിൻ്റെ ഒപ്പം. എന്തായിരുന്നു? ഒന്നുമില്ലേ? ആ, തിരിച്ചു വിളിക്കാൻ പറയാം. ശരി. ആ, ഓക്കെ. ഇവളെന്തിനാ എന്നെ വിളിക്കുന്നേ? അല്ല, നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? അത് ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല, അതായിരിക്കും. അതെന്താ? ബി വാല്യബിൾ നോട്ട് അവൈലബിൾ അല്ലേ? കറക്റ്റാണ്. അത് ആമിമോളെ, നമ്മൾ ഈ പെമ്പിള്ളേരത്ത് അധികം അവൈലബിൾ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മളൊരു വില ഉണ്ടാവൂല. ആ രോഹിത്ത് കാണിച്ച പോലത്തെ മണ്ടത്തരം നമ്മൾ കാണിക്കരുതല്ലോ. ഏത് രോഹിത്ത്? ഹാ, അന്ന് പാർക്കിന് കാണിച്ചെന്നില്ലേ ജിമ്മൻ. മാത്രല്ല കൂടുതൽ അറ്റൻഷൻ കൊടുത്ത് അവൻ കോഴിയെന്ന് വിചാരിച്ചാലോ. അതുകൊണ്ടൊരു ഗ്യാപ്പ് ഇട്ടേക്കണ നല്ലതല്ലേ? തേങ്ങയാണ്. ഇവനായിരിക്കും ഐഡിയ ഒക്കെ പറഞ്ഞു തന്നെ. എന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി അവോയ്ഡ് ചെയ്യുന്നേ? അത് നമ്മളെന്നാ പാർക്കിൽ വെച്ച് ലാസ്റ്റ് മീറ്റ് ചെയ്തില്ലേ, അത് കഴിഞ്ഞിട്ട് പിണ്ടിട്ടില്ല. ഒരാഴ്ചയാ? ഒരാഴ്ചയായിട്ട് നീ മിണ്ടിയിട്ടേ ഇല്ലേ? ഇല്ല. എന്റെ പൊന്നാമി, ഇവന്റെ അടുത്ത് അധികം ഒലിപ്പിക്കാണ്ട് ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിക്കാൻ ഞാൻ പറഞ്ഞുള്ളൂ. ഒരാഴ്ച മിണ്ടായിരിക്കണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കുഴപ്പമായ? ആ, കുഴപ്പമായി അല്ലേ ആമി? ഇനിയിപ്പോ എന്താ ചെയ്യാനുള്ള? ഞാൻ വിളിച്ചിട്ട് എന്തെങ്കിലും പറയട്ടെ? ആ, വിളി വിളി. ഒരാഴ്ചയായിട്ട് ആ കൊച്ചിനെ ഗോസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ വിളിച്ച് നീ എന്തോന്നാ പറയാൻ പോണേ? അപ്പൊ ഇനി എന്താ ചെയ്യാ? ഇനി എന്തായാലും ഫോണിലൊന്നും കാര്യം പറയാൻ നിൽക്കണ്ട, നേരിട്ടൊന്ന് സംസാരിച്ചാൽ മതി. പിന്നെ ഈ മനസ്സിലുള്ള ഇഷ്ടം വെച്ചോണ്ടിരിക്കരുത്. ലേറ്റ് ആവണതിന് മുമ്പ് പറയാൻ നോക്ക്. പിന്നെ രോഹിത്തിനെ വെച്ചാൽ നീ നിന്നെ കമ്പയർ ചെയ്യണമെങ്കിൽ അവൾക്ക് നീ അങ്ങനെ അല്ല, അത്രയും മനസ്സിലാക്കിയാൽ മതി. എടാ, ഒന്നുമില്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് അവൾ നിന്നെ വിളിക്കുന്നില്ലേ, എന്നിട്ട് നിന്നെ കിട്ടാണ്ട് എന്നെ വിളിക്കുന്നു. മനസ്സിലാക്കി കൂടെ? ഇതുപോലെ വേറെ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ആ, നന്നായി. ഇതുപോലൊരു മണ്ടന്മാര്. മീര, എനിക്കേ ഒരു കാര്യം പറയാണ്ടായി. ഞാൻ കുറച്ചാളായിട്ട് പറയണമെന്ന് വിചാരിക്കുന്ന, പക്ഷെ പറയാൻ പറ്റിയില്ല. ഇതിപ്പോ എങ്ങനെ പറയുമെന്നാ. ഫസ്റ്റ് ടൈമാണേ. എനിക്ക് മീരനെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. വജസ്, ഞാൻ വീട്ടിൽ പോയപ്പോൾ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? അതെന്നാ പാർക്കിൽ വെച്ചിട്ട് രോഹിത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ഞാനാകെ ടെൻഷനായിട്ട് പൊട്ടത്തരം കാണിച്ച്. നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? അതാ ഞാൻ പറഞ്ഞു വരുന്നേ. എനിക്കറിയാം പൊട്ടത്തരാണ്, പക്ഷെ ആമി പറഞ്ഞപ്പോൾ എനിക്കെല്ലാം ക്ലിയർ. ഞാൻ എൻ്റെ കസിൻ്റെ വെഡിങ്ങിനാ പോയിട്ടുണ്ടായിരുന്നേ. അവിടെ എൻ്റെ പാരൻസും രോഹിത്തിൻ്റെ പാരൻസും കൂടെ ഞങ്ങളുടെ മാരേജ് ഫിക്സ് ചെയ്തു. അവരോട് നോ പറയാൻ എനിക്കൊരു റീസൺ ഉണ്ടായിരുന്നില്ല. ആ റീസൺ അന്വേഷിച്ചാ ഞാൻ നിന്നെ വിളിച്ചേ. അപ്പൊ നീ ഫോണും എടുത്തില്ല. മീര ഓക്കെ പറഞ്ഞോ? ശരിക്കും ഞാൻ ലേറ്റായി പോയല്ലേ?
ഞാനേ സിദ്ധാർത്ഥിനെ ആമീനെയും വിളിക്കാം. എനിക്കെന്തോ ചമ്മല് പോലെ. വജസേ, ഞാനൊരു കാര്യം പറയട്ടെ. ആ നമ്മൾ തമ്മിൽ ഇനി കാണണ്ട. അതെന്താ, ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടാണോ? ഞാൻ വജസിൻ്റെ ലൈഫിലുള്ളിടത്തോളം വജസ് മൂണാവില്ല. ഇല്ല, ഞാൻ ഓക്കെയാണ്. അതുമാത്രമല്ല, എൻ്റെ ലൈഫിൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന കുറച്ച് ആൾക്കാരാണ് നിങ്ങൾ. അതിലേറ്റവും ഫേവറേറ്റ് നീയായിരുന്നു. നീ ലൈഫ് ലോങ് എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങനെയല്ല. അരികിൽ നീ നിന്ന നേരങ്ങളിൽ മൗനമായി നിന്നതെന്ത് ഐ വിൽ മിസ് യു വജസ്. ഹൃദയം നിറഞ്ഞു ഞാൻ ചൊല്ലും മുൻപേ ദൂരെ പോയി മറഞ്ഞതെന്തേ നീ. എന്നാടാ ചാവാൻ വന്നിരുന്നാണോ? എടാ, ഞാൻ ലേറ്റായി പോയി എന്നാടാ അവള് പറഞ്ഞേ. ശരിക്കും ലേറ്റായി പോയല്ലേ? അതെ, അറിയാതാണെങ്കിലും അതിന് ഞാനൊരു കാരണക്കാരനാണല്ലോ. അതങ്ങനെടാ മാവേ. നമ്മൾ വിചാരിക്കും നമുക്ക് ഒരുപാട് സമയമുണ്ട്, പക്ഷെ എല്ലാം മനസ്സിലാവുമ്പോഴേക്കും ഒരുപാട് വൈകിട്ടുണ്ടാവും. ചിലപ്പോൾ ഇവളായിരിക്കില്ലടാ നിന്റെ ലൈഫിൽ വരേണ്ടിരുന്നത്. നിന്റെ ആൾ വരാനിരിക്കുന്നുണ്ടാവുള്ളൂടാ. അന്ന് അവൾ വരുമ്പോഴേ മനസ്സിലുള്ളങ്ങ് പറഞ്ഞേക്ക്, വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട. അവൾ പോടാ, നമുക്ക് അടുത്തേൽ പിടിക്കടാ. ആരൊക്കെ പോയാലും എന്താടാ, നിനക്ക് ഞങ്ങളില്ലേ? പിന്നെ അല്ല. ആടാ, എവിടെടാ? ആ ഞാൻ ഇവിടെ ചാല റെസ്റ്റോറൻറ്റിലുണ്ട്. എന്നാ ഞങ്ങൾ അങ്ങോട്ട് വരടാ. ആ വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഹായ്. ഒരു ചായ. അയ്യോ സോറി. ഞാൻ വെള്ളം എടുക്കാൻ വന്നതാ. എടുത്തോട്ടെ. താങ്ക് യു. പോയിക്കോട്ടാ. ഇതിപ്പോ ആരാ ഇതിവിടെ കൊണ്ടുവച്ചേ? ദേ ആ ചേട്ടൻ. ഹായ്, ഞാൻ വജസ് വർക്കി. സരി.